റുക്സാനയെ അർജുൻ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി ചേർക്കാമെന്ന് കരുതി അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവിടെയുള്ള ആൾക്കാരെ കണ്ട അവൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനും മനസ്സ് തീരെ സമ്മതിക്കാതെ അവളെ തിരിച്ച് കൂട്ടിക്കൊണ്ടു പോരാണ്. മറ്റു സാധാരണ മനുഷ്യരെ പോലെ എങ്ങനെയാണ് ബ്രഷ് ചെയ്യുക, കോഫി കുടിക്കുക, ഇതെല്ലാം അർജുൻ റുക്സാനയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അർജുൻ ഭയങ്കര കെയറിങ്ങോടുകൂടി ഭയങ്കര സ്നേഹത്തോടുകൂടി അവളെ നോക്കുന്നതുകൊണ്ട് തന്നെ അർജുനോട് അവൾക്ക് ഒരു ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട്. അവളുടെ നഖങ്ങൾ ഭയങ്കരമായിട്ട് വലുതാകുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവളും നഖം വെട്ടാനായിട്ട് നെയിൽ നോക്കുന്നുണ്ടെങ്കിലും അത് അവിടെ ഒന്നും കാണാനില്ല. അവള് ഭയങ്കര തിരക്കിട്ടത് നോക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ തന്നെ അവൾക്ക് നഖം വെട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ കിച്ചണിൽ പോയി അവൾ ഒരു കത്തി എടുത്ത് നഖം വെട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അർജുൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവളുടെ കാലിലും കയ്യിലൊക്കെ ഒരുപാട് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓയിൽമെന്റ് എടുത്തിട്ട് മുറിവിൽ പരട്ടാനായിട്ട് അവളോട് പറഞ്ഞ് അത് അവളുടെ കയ്യിലായിട്ട് കൊടുക്കുമ്പോൾ കാൽ അവനക്ക് നേരെ നീട്ടി നീ തന്നെ പരട്ടി തായോ എന്ന് അവള് പറയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അർജുനോട് അവള് ഐ ലവ് യു ടു എന്നും പറഞ്ഞ് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുകയാണ്. പിന്നീട് അവർ ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ ഒന്നിച്ച് കഴിയാനായിട്ട് തുടങ്ങി. ഇപ്പൊ പിറ്റേ ദിവസം രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കോഫി കുടിക്കുന്ന സമയത്ത് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടി കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റുക്സാനെ കാണുന്നുണ്ട്. അവൾ എന്തിനാണ് ഇപ്പോഴും നിനക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൾ നിന്നെ വിളിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഇതോടുകൂടി ഇത് നിർത്തിക്കോളാനായിട്ട് ഭയങ്കര ദേഷ്യത്തോടുകൂടി അർജുനോട് റുക്സാന പറയുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം അർജുൻ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പ്രൊഫസർ വന്നതിന് ശേഷം ആ ഒരു പെൺകുട്ടി നിന്റെ കൂടെയാണോ ഉള്ളത്, അവളൊരു മനുഷ്യ സ്ത്രീ അല്ലാന്നോ ഒരു മോൺസ്റ്റർ ആണെന്നും അത് നിനക്ക് ആപത്തുണ്ടാക്കുമെന്നെല്ലാം പറയാം. അർജുൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ അവനെ തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ച് ആ ഒരു നടു റോട്ടി കിടന്ന് രണ്ടുപേരും തല്ലുകൂടുന്നുണ്ട്. ആ തല്ലിനിടയിൽ ആ ഒരാള് കൈ കിട്ടിയ ഒരു കല്ലെടുത്ത് അർജുന്റെ തല കിട്ടുമെന്ന് കൊടുക്കാണ്. അർജുൻ ഇപ്പൊ തലയിലെ മുറിവും കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. നിന്നെ ആരാണ് അടിച്ചതെന്ന് റുക്സാന ചോദിക്കുന്നുണ്ട്. ആ ഒരു മോർച്ചറിയിലുള്ള ആളാണ് ഇങ്ങനെ ചെയ്തതെന്ന് അർജുൻ പറയുന്നുണ്ട്. ഇപ്പൊ ഓയിൽമെന്റ് എല്ലാം പരട്ടി കൊടുത്ത് അർജുന ഉറക്കിയതിനു ശേഷം റുക്സാന ആ ഒരു മോർച്ചറിയിലുള്ള ആളെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അയാളെ കൊന്നിട്ടതിന് ശേഷം അവൾ അവിടെ നിന്ന് പോരാണ്. പിറ്റേ ദിവസം അർജുൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്നിട്ട് തലയിൽ മുറിവുള്ളത് കണ്ടിട്ട് ബാൻഡേജ് എല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം അവനെ കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്ന സമയത്ത് തല കീഴായി തൂങ്ങിക്കിടന്ന് റുക്സാന അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അർജുനും കാണുന്നുണ്ട്. പേടിച്ചു പോയ അവൻ ആ പെൺകുട്ടിയെ വേഗം തന്നെ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. അവൾ ഇതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് പിണങ്ങി പോകാണ്. ആ ഒരു പെണ്ണ് പോയതിനു ശേഷം തിരിച്ചു വന്ന റുക്സാന അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പെണ്ണ് വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അവളുടെ ഫോണ് വീട്ടിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. വേറൊരു പെണ്ണിന്റെ കൂടെ താമസിക്കുന്നത് കണ്ട അവളും ഇനി നമ്മ രണ്ടുപേരും തമ്മിൽ സെറ്റ് ആവില്ലാന്നും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല, കല്യാണം ക്യാൻസൽ ആയി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോവാണ്. ഈ ഒരു സംഭവം കൊണ്ട് തന്നെ അർജുനും ഭയങ്കര ദേഷ്യത്തില് റുക്സാനയോട് നീ ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കരുതെന്നും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്. അവൾക്കും നല്ലതുപോലെ തന്നെ ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് അർജുന്റെ കൊരക്കില് പിടിച്ചിട്ട് അവള് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അർജുൻ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. പിന്നീട് അവൾ എത്ര മര്യാദക്ക് സംസാരിക്കാൻ വന്നാലും അർജുൻ ഭയങ്കരമായിട്ട് പേടി തോന്നാണ്. അവളൊരു റൂമിലിട്ട് പൂട്ടിയതിനു ശേഷം ടി വി കാണുന്ന അർജുൻ ന്യൂസിൽ കാണാണ് മോർച്ചറിയിലുള്ള ഒരാൾ ഒരു പെണ്ണ് വന്നിട്ടാണ് കൊന്നിട്ട് പോയതെന്ന്. അർജുന് റുക്സാനയുടെ അടുത്ത് ചെന്നിട്ട് നിന്നെ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ചങ്ങലയിൽ കെട്ടിയിടട്ടെ എന്ന് ചോദിക്കാണ്. അവളും അതിന് സമ്മതിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ചങ്ങല വാങ്ങി അവളുടെ കാലിൽ അവള് തന്നെ കെട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് റുക്സാന അർജുന്റെ കൈ പിടിച്ച് അവളുടെ വയറ്റിൽ വെച്ചതിന് ശേഷം അവള് പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ട അർജുനും ഭയങ്കരമായിട്ട് ഷോക്ക് ആവാണ്. കാരണം അവൻ ഇതിനോടകം തന്നെ ആ ഒരു പ്രൊഫസറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.